നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കോളേജിന്റെ വലിയ ആൽമരത്തിനടിയിൽ വിദ്യാർത്ഥികൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായി നിൽക്കുന്നു. മഴയുടെ ശബ്ദം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അവിടെ നിന്ന് അല്പം മാറി കാർ പാർക്കിങ്ങിനരികിൽ ഒരു കറുത്ത BMW കാറിൽ ചാരി നിൽക്കുകയാണ് വിഷ്ണു ശങ്കർ. വളരെ സമ്പന്നമായ കുടുംബത്തിൽപ്പെട്ട യുവാവ്. കോളേജിൽ എല്ലാവർക്കും പരിചിതമായ മുഖം. കയ്യിൽ ഫോണും ചെവിയിൽ ഹെഡ്ഫോണും വെച്ച് അവൻ ദൂരേക്ക് നോക്കി നിന്നു. പച്ച നിറത്തിലുള്ള ചുരിദാർ ധരിച്ചൊരു പെൺകുട്ടി മഴ നനഞ്ഞ് ഓടി വരികയാണ്. അവളുടെ ഡ്രസ്സുകളും മുടികളും നനഞ്ഞിരുന്നു. വിഷ്ണുവിന്റെ സുഹൃത്ത് നിതിൻ അവന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്റെ വിഷ്ണു, നീ ഇതാരെയാ നോക്കി നിൽക്കുന്നത്? വിഷ്ണു ചിരിയോടെ പറഞ്ഞു, എടാ നിതിനെ, നീ ആ പെൺകുട്ടിയെ കണ്ടോ? ഓ, മാതങ്കിയാണോ നീ നോക്കിയത്? എടാ, അവൾ ഇവിടെ മലയാളം ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്നതാ. വളരെ പാവപ്പെട്ട വീട്ടിലെയാണ്. സ്കോളർഷിപ്പിലാണ് പഠിക്കുന്നത്. വിഷ്ണുവിന്റെ കണ്ണുകൾ വീണ്ടും അവളിലേക്ക് പോയി. പാവപ്പെട്ട വീട്ടിലെയാണോ? അതെ, വീട്ടിൽ അമ്മയും അനിയനും മാത്രമാണുള്ളത്. അച്ഛനില്ല. നീ എന്താ പാവപ്പെട്ട പെൺകുട്ടികളെയൊക്കെ നോക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു? അല്ലടാ, അവളുടെ മുഖത്ത് എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. ആ, ഇതാണ് തുടക്കം. ഇപ്പോൾ ചികിത്സിച്ചാൽ നല്ലതായിരിക്കും. വിഷ്ണു ചിരിച്ചു. അതേസമയം മാതങ്കി മഴ കുറയുന്നതും കാത്തു നിൽക്കുകയായിരുന്നു. അവളുടെ കൂട്ടുകാരി ദിവ്യ ചോദിച്ചു, നിനക്കിപ്പോൾ വീട്ടിലോട്ട് പോകാൻ ബസ്സുണ്ടോ? ഉണ്ട്, പക്ഷെ മഴയായതുകൊണ്ട് താമസിക്കാൻ തോന്നുന്നു. അമ്മ കാത്തിരിക്കും. ഈ സമയം അവരുടെ മുന്നിലേക്ക് ഒരു കാർ കൊണ്ടു നിർത്തി. അതിൽ നിന്ന് വിഷ്ണു ശങ്കർ ഇറങ്ങി. എക്സ്ക്യൂസ് മീ, മഴ നന്നായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. ബസ് ലേറ്റ് ആകുമായിരിക്കും. ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. മാതങ്കി പറഞ്ഞു. വേണ്ട, ഞങ്ങൾ ബസ്സിൽ പോയിക്കോളാം. അതെ, ഞാൻ അപകടകാരിയൊന്നുമല്ല. അതുകൊണ്ടല്ല, ഇപ്പോൾ ഞങ്ങൾക്കുള്ള ബസ് വരും. വിഷ്ണു തിരികെ വന്ന് കാറിൽ കയറി. അവൻ പോകാൻ നേരം തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ കോളേജ് ഗേറ്റിന് മുന്നിൽ വലിയ തിരക്ക്. അവിടേക്ക് ഒരു പഴയ ബസ്സിൽ വന്ന് മാതങ്കി ഇറങ്ങി. കയ്യിൽ പുസ്തകങ്ങൾ, മുടി ലളിതമായി ചുരുട്ടി കെട്ടിയിരിക്കുന്നു. അവൻ നടന്ന് കോളേജിനുള്ളിലേക്ക് കയറുമ്പോൾ ദൂരെയായി വിഷ്ണുവിന്റെ കാർ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടു. അവൻ കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ മുഴുവൻ മാതങ്കിയുടെ മുഖത്തായിരുന്നു. മാതങ്കി അവനെ കണ്ടപ്പോൾ അല്പം അസ്വസ്ഥയായി. ദിവ്യ പറഞ്ഞു, അവൻ നിന്നെ തന്നെയാ നോക്കുന്നത്. അവൻ എന്തിനാ എന്നെ നോക്കുന്നത്? ചിലപ്പോൾ നിന്നെ ഇഷ്ടമായിരിക്കും. അങ്ങനെ നീ പറയണ്ട. അവൾ പെട്ടെന്ന് നടന്നു. പക്ഷെ വിഷ്ണു നേരെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവൻ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ ബസ് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് കാണുമല്ലോ. എന്ത് കഷ്ടപ്പാട്? ഞങ്ങൾ സ്ഥിരമായിട്ട് ബസ് യാത്ര ചെയ്യുന്നവരാണ്. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നാണ് വിചാരിച്ചത്. മാതങ്കി ഒന്ന് ചിരിച്ചു. എനിക്കറിയാം. അവൾ പോകാനായി തിരിഞ്ഞു. ഉടനെ വിഷ്ണു പറഞ്ഞു, ഒരു മിനിറ്റ്. എന്താ? നമുക്ക് സുഹൃത്തുക്കളാകാൻ പറ്റുമോ? സുഹൃത്തുക്കളോ? അതെ, എനിക്ക് പുതിയ ആളുകളെ അറിയാൻ ഇഷ്ടമാണ്. മാതങ്കി അവനെ ഒന്ന് നോക്കി. നമ്മൾ രണ്ടുപേരും വളരെ വ്യത്യസ്തമായ ലോകങ്ങളിൽ നിന്നുള്ളവരാണ്. അതെ, വിഷ്ണു പറഞ്ഞു. അതിനാലാണ് അറിയണമെന്ന് തോന്നുന്നത്. ശരി, സുഹൃത്തുക്കളായേക്കാം. താങ്ക് യു. വിഷ്ണുവിന് സന്തോഷമായി. അന്നുച്ചയ്ക്ക് കാന്റീനും വിദ്യാർത്ഥികളെ നല്ല തിരക്കായിരുന്നു. മാതങ്കി ഒരു കോണിലിരിക്കുകയായിരുന്നു. അവളുടെ മുന്നിലേക്ക് ഒരു കപ്പ് കാപ്പി വന്നു. അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ മുന്നിൽ വിഷ്ണു. ഇതെന്താ? അവൾ ചോദിച്ചു. ഫ്രണ്ട്ഷിപ്പ് കോഫി. അതെന്താ? സുഹൃത്തുക്കൾ ആദ്യമായി സംസാരിക്കുമ്പോൾ കുടിക്കുന്ന കോഫി. അവൾ ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ സിനിമകളൊക്കെ കൂടുതലും കാണുന്നുണ്ടല്ലോ. അതെ, വിഷ്ണു പറഞ്ഞു. അതെ, എന്റെ ലൈഫ് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് കേട്ടോ. വിഷ്ണു ചിരിയോടെ പറഞ്ഞു. എന്താ കാരണം? അവൾ ചോദിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ട് കിട്ടിയത് കൊണ്ടായിരിക്കാം. വിഷ്ണു അവളെ നോക്കിയിട്ട് പറഞ്ഞു. നീ എപ്പോഴും ഇങ്ങനെ സിമ്പിൾ ആണോ? എനിക്കതാണ് ഇഷ്ടം. മോഡേൺ ആകുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് വലിയ വീടൊന്നുമില്ല, പക്ഷെ ആ വീട്ടിൽ വലിയ വലിയ സന്തോഷങ്ങളുണ്ട്. എന്തൊക്കെ സന്തോഷങ്ങളാ? ഞാനൊന്ന് കേൾക്കട്ടെ. അവൻ പറഞ്ഞു. അമ്മയുടെ ചായ, അനിയന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, വൈകുന്നേരത്തെ മഴ. വിഷ്ണു അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ അവൾ പറയുന്നത് നോക്കി നിന്നു. അവൻ ഓർത്തു, ഇത്ര ലളിതമായ സന്തോഷങ്ങളുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നിങ്ങൾക്ക് പക്ഷെ എല്ലാം ഉണ്ടല്ലോ, അവൾ പറഞ്ഞു. പണം, കാർ, വലിയ വീട്, സ്റ്റാറ്റസ്, എല്ലാം. ചിലപ്പോൾ എല്ലാം ഉണ്ടായിട്ടും കുറവുകൾ ഉണ്ടാകാം, അവൻ പറഞ്ഞു. പിന്നീട് വിഷ്ണുവും മാതങ്കിയും പലപ്പോഴായിട്ട് സംസാരിക്കാൻ തുടങ്ങി. കോളേജിലെ പാതകളിൽ, ലൈബ്രറിയിൽ, കാന്റീനിൽ അവരുടെ സൗഹൃദം പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങി. അവരറിയാതെ അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രണയത്തിന് മുട്ടുകൾ വിടരുന്നുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് കോളേജിലെ ലൈബ്രറിയുടെ ജനലിനരികിൽ ഇരുന്ന് പുസ്തകം വായിക്കുമായിരുന്നു മാതങ്കി. പുറത്ത് കാറ്റ് വീശുമ്പോൾ അവളുടെ മുടി അല്പം ഒന്ന് കുലുങ്ങി. അവൾ പുസ്തകത്തിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് വിഷ്ണു അവളെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടില്ല.
കയ്യിൽ ഒരു പുസ്തകം പിടിച്ചിരുന്നെങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു. അവൻ മനസ്സിൽ ചിന്തിച്ചു, എന്താണ് ഈ പെൺകുട്ടിക്ക് ഇത്ര പ്രത്യേകത? ഞാനിവളെ കാണുമ്പോഴെല്ലാം എന്റെ സമയം നിന്നു പോയതുപോലെ തോന്നുന്നു. അവൻ ശാന്തമായിട്ട് അവളുടെ മുന്നിലെ സീറ്റിൽ വന്നിരുന്നു. അവൾ മുഖം ഉയർത്തി നോക്കി. വിഷ്ണു എന്താ ഇവിടെ? എനിക്കെന്താ, ലൈബ്രറി വരാൻ പാടില്ലേ? അവൾ ചിരിയോടെ പറഞ്ഞു. അല്ല, നിങ്ങളെ ഞാൻ കാന്റീനിലോ ഗ്രൗണ്ടിലോ ഒക്കെ വെച്ചാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഞാൻ പഠിക്കാൻ വന്നതാണ്. ശരിക്കും? അപ്പോൾ പഠിക്കാൻ തീരുമാനിച്ചോ? അതൊക്കെ പോട്ടെ, എന്താണ് വായിച്ചുകൊണ്ടിരുന്നത്? ഞാൻ കുറച്ച് കവിതകളാണ്. ഓ, കുമാരനാശാന്റെ കവിതകളൊക്കെ ഇഷ്ടമാണോ? എനിക്ക് കവിതകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പ്രണയ കവിതകൾ ഇഷ്ടമാണോ? എനിക്കിപ്പോഴും പ്രണയം എന്താണെന്ന് അറിയില്ല. അപ്പോൾ നീ ഇന്ന് വരെ ആരെയും പ്രേമിച്ചിട്ടില്ലേ? ഇല്ല. എന്റെ മനസ്സിൽ ഇപ്പോൾ അമ്മയും അനിയനും മാത്രമാണുള്ളത്. ഞാൻ പഠിക്കുന്നത് തന്നെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വിഷ്ണു അവളെ നോക്കി നിന്ന്. അവളുടെ കണ്ണുകളുടെ സത്യസന്ധത അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, നിന്നെ സ്നേഹിക്കുന്ന ആൾ വളരെ ഭാഗ്യവാനായിരിക്കും. അവൾക്ക് ചെറിയൊരു നാണം വന്നു. ഏയ്, അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. ഒരു വൈകുന്നേരം കോളേജ് ക്യാമ്പസിലെ വലിയ വൃക്ഷത്തിനടി അവർ ഇരിക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുന്ന സമയം. കാറ്റ് വീശുമ്പോൾ ഇലകളെല്ലാം അല്പ ശബ്ദം ഉണ്ടാക്കി. വിഷ്ണു ചോദിച്ചു, നിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കണം, അനിയനെ നന്നായിട്ട് പഠിപ്പിക്കണം. അപ്പോൾ നിനക്കൊരു സ്വപ്നവും ഇല്ലേ? എന്റെ സ്വപ്നം എന്ന് പറയുന്നത് എന്റെ വീട്ടുകാരുടെ സന്തോഷമാണ്. വ്യത്യസ്തയായ പെണ്ണാണല്ലോ നീ. ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷെ നീ മാത്രം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു. അതൊക്കെ പോട്ടെ, വിഷ്ണുവിന്റെ സ്വപ്നം എന്താണ്? ഇതുവരെ ഞാൻ ഒന്നും സീരിയസ് ആയി ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം സീരിയസ് ആയിട്ട് ചിന്തിക്കണമെന്ന് തോന്നുന്നു. എന്റെ ജീവിതത്തിൽ നിന്നെപ്പോലെ ഒരാൾ ഉണ്ടാകണം. മാതങ്കി പെട്ടെന്ന് നിശബ്ദയായി. അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അതിന് നമ്മൾ സുഹൃത്തുക്കളല്ലേ? വിഷ്ണു ചിരിയോടെ പറഞ്ഞു. ചില സൗഹൃദങ്ങൾ പെട്ടെന്ന് മറ്റൊന്നായി മാറും. വസന്തകാലം പോലെ കാറ്റ് വീശുന്ന ഒരു ദിവസം ക്യാമ്പസിന്റെ പാതകളിലൂടെ വിദ്യാർത്ഥികൾ നടക്കുകയായിരുന്നു. മരങ്ങളുടെ ഇലകൾ കാറ്റിൽ അല്പ ശബ്ദം ഉണ്ടാക്കുന്നു. ക്യാന്റീനിന്റെ സമീപത്ത് നിൽക്കുന്ന വിഷ്ണുവിന്റെ കണ്ണുകൾ ആരെയോ തിരയുകയായിരുന്നു. അപ്പോഴാണ് ദൂരത്തു നിന്ന് മാതങ്കി നടന്നു വരുന്ന അവൻ കണ്ടത്. കോളേജിലെ തന്നെ രാഹുലുമായി അവൾ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടു. വിഷ്ണുവിന്റെ മുഖം ഒന്ന് മങ്ങി. അവന്റെ മനസ്സിൽ ചെറിയൊരു അസൂയ ഉയർന്നു വന്നു. നിതിൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താടാ പ്രശ്നം? എടാ, രാഹുലും മാതങ്കി തമ്മി എന്താ അടുപ്പം? അവനോളും ഒരേ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് ആയിരിക്കും. രാഹുൽ മാതങ്കിയോട് പറഞ്ഞു, വൈകുന്നേരം ലൈബ്രറിയിലേക്ക് ഒന്ന് വരണം. ഒരു പ്രൊജക്ട് ചെയ്യാനുണ്ട്, നിന്റെ സഹായം ആവശ്യമാണ്. അതിനെന്താ, ഞാൻ വരാമല്ലോ. ഇവർ തമ്മിൽ സംസാരിക്കുന്ന എല്ലാം വിഷ്ണു കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. നിതിൻ ചോദിച്ചു, നിനക്ക് അവൻ അവളോട് സംസാരിക്കുന്ന കണ്ടിട്ട് ദേഷ്യം വരുന്നോ? വരുന്നുണ്ട്. അപ്പോൾ നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതെ, ഞാൻ അവളെ സ്നേഹിക്കുന്നു. നീ അത് അവളോട് തുറന്നു പറഞ്ഞോ? ഇല്ല. എന്നാൽ പിന്നെ പറയണ്ട, വേറെ ആൾക്കാർ വന്ന് പറഞ്ഞോളും. ആ വാക്കുകൾ വിഷ്ണുവിന്റെ നെഞ്ചിൽ പതിഞ്ഞു. വൈകുന്നേരം ലൈബ്രറിയിൽ നിന്ന് മാതങ്കി ഇറങ്ങി വരികയായിരുന്നു. വിഷ്ണു അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. നമുക്ക് കുറച്ചുനേരം നടക്കാം. അവർ രണ്ടുപേരും കോളേജിന് സൈഡിലുള്ള ഗാർഡനിലൂടെ നടന്നു. ചെറിയ ഇളങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. വിഷ്ണു, കുറച്ചുനേരമായല്ലോ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? ഞാൻ നിന്നെ മാധു എന്ന് വിളിച്ചോട്ടെ? അതിനെന്താ, മാധു നല്ല പേരാണല്ലോ. വിഷ്ണു പറഞ്ഞു, നമ്മൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണല്ലോ. അതെ, പക്ഷെ എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിന്നെ കണ്ട നിമിഷം മുതൽ എന്റെ ജീവിതം മുഴുവൻ മാറി മറിഞ്ഞു. നിന്റെ ചിരി, നിന്റെ സിമ്പിൾ ലൈഫ് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാധു. ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾ വല്ലാതെയായി. അവൾ കുറച്ചുനേരം നിശബ്ദമായി നിന്നു. അത് ശരിയാകില്ല വിഷ്ണു. നിങ്ങൾ വലിയ കുടുംബത്തിലുള്ള ആളാണ്. ഞാൻ പാവപ്പെട്ട വീട്ടിലെ പെണ്ണും. നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. എനിക്ക് പേടിയാണ് വിഷ്ണു. നിങ്ങളുടെ കുടുംബം ഇതൊന്നും സമ്മതിക്കില്ല. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. മാതങ്കിയുടെ ഹൃദയമെടുപ്പ് കൂടി. എനിക്കറിയില്ല നിങ്ങളോട് എനിക്ക് പ്രണയമാണോ അല്ലയോ എന്ന്. പക്ഷെ നിങ്ങളെ കാണാത്ത ദിവസമൊക്കെ എനിക്ക് ശൂന്യത തോന്നാറുണ്ട്. വിഷ്ണു ചിരിയോടെ പറഞ്ഞു, അത് മതി. ഇനിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അവിടെ വെച്ച് അവർ പ്രണയത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും വിഷ്ണുവിന്റെ മനസ്സ് മുഴുവൻ മാതങ്കിയുടെ മുഖം മാത്രമായിരുന്നു. കാർ ഓടിക്കുമ്പോൾ എല്ലാം അവൻ മൃദുവായി ചിരിച്ചു. ഇത്ര സന്തോഷം ഇതിനു മുമ്പ് അവൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു. കോളേജിന്റെ ഗേറ്റിനരികെ അവൻ കാർ നിർത്തി. അവന്റെ കണ്ണുകൾ ഒരാളെ മാത്രം തിരഞ്ഞു, മാതങ്കിയെ. കുറച്ചു നിമിഷങ്ങൾക്ക് അവൻ ബസ്സിൽ വന്ന് അവളെ ഇറങ്ങി. വിഷ്ണുവിനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് വലിയൊരു ചിരി പ്രത്യക്ഷമായി. എന്നാൽ അല്പസ്വല്പം നാണോ അവളുടെ മുഖത്തുണ്ടായി.
അവർ രണ്ടുപേരും കോളേജിലേക്ക് ഒരുമിച്ച് നടന്നു വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർ നടന്നു വരുന്നത് ദൂരെ നിന്ന് നിതിൻ കണ്ടു. അവർ നിതിന്റെ അരികിലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു, ആഹാ, രണ്ടുപേരുടെ ലവ് ഒഫീഷ്യലായല്ലോ. ലവ് ബേഴ്സിന് എന്റെ വക ഒരു ഗുഡ് മോർണിംഗ്. അന്നേ ദിവസം ഉച്ചയ്ക്ക് കോളേജിന്റെ കാന്റീൻ അവർ മൂന്നുപേരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. നിതിൻ ചോദിച്ചു, എടാ, നിന്റെ വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ? അതെ, എന്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആണ്. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ഞാൻ നിന്നെ വിട്ടുകളയില്ല. ഇതെല്ലാം കണ്ട് അല്പം മാറി ഒരാൾ അവരെ നോക്കി നിൽപ്പുണ്ടായിരുന്നു, രാഹുൽ. അവൻ മനസ്സിൽ ചിന്തിച്ചു, ഇനി മാതങ്കിയും വിഷ്ണുവും തമ്മിൽ പ്രണയത്തിലായി കാണുമോ? അവന്റെ മനസ്സ് കലങ്ങി മറിയാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ വിഷ്ണുവും മാതങ്കിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ചോദിച്ചു, നമ്മുടെ പ്രണയം എത്ര കാലം ഇങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും? നമുക്ക് ജീവനുള്ളിടത്തോളം കാലം. നിങ്ങളുടെ എന്റെ കുടുംബങ്ങൾ തമ്മിലുള്ള ചുറ്റുപാട് വ്യത്യസ്തമാണ്. വിഷ്ണു അവളുടെ കൈ പിടിച്ചു. മാധു, പ്രണയമുണ്ടായ ബാക്കിയെല്ലാം ചെറുതാണ്. ഞാൻ നിന്നെ വിവാഹം കഴിക്കും. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ഒരു ദിവസം നമ്മുടെ വിവാഹം നടന്നിരിക്കും, അവൻ പറഞ്ഞു. അവളുടെ മനസ്സിൽ സന്തോഷവും പേടിയും ഒരുമിച്ച് വന്നു. പിന്നീടുള്ള ദിവസങ്ങൾ മാതങ്കിക്കും വിഷ്ണുവിനും സ്വപ്നം പോലെ ആയിരുന്നു. ലൈബ്രറിയിൽ ഒരുമിച്ച് പഠിക്കുക, കാന്റീനിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, വൈകുന്നേരങ്ങളിൽ കോളേജിൽ ഇടവഴി ഇരുന്ന് സംസാരിക്കുക. അവരുടെ പ്രണയം പതുക്കെ പതുക്കെ കൂടുതൽ ആഴമുള്ളതായി തീർന്നു. പക്ഷെ ഒരു ദിവസം എല്ലാം മാറി മറിഞ്ഞു. വൈകുന്നേരം വിഷ്ണുവിന്റെ അച്ഛൻ വീട്ടിലെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ വീട് വളരെ വലുതായിരുന്നു. ഒരു ദിവസം വീട്ടിലെ ഡ്രൈവർ വിഷ്ണുവിന്റെ അച്ഛൻ ശങ്കരനാരായണനോട് രഹസ്യം പറയുന്നു, വിഷ്ണുവും ഒരു കുട്ടിയുമായി പ്രണയത്തിലാണെന്ന്. ഇത് കേട്ട നിമിഷം ശങ്കരനാരായണന്റെ മുഖം മാറി. അവൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല സാറേ. ശരി, നീ പൊക്കോ. ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അന്ന് രാത്രി വിഷ്ണുവിന് അച്ഛൻ അരികിലേക്ക് വിളിച്ചു. നീ കോളേജിൽ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണോ? അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അതെ. അച്ഛന്റെ മുഖം കഠിനമായി. ഏതാണവൾ? മാതങ്കി. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണവൾ. ആ വാക്ക് കേട്ടപ്പോൾ അയാളൊന്ന് ചിരിച്ചു. ആ ചിരി സന്തോഷത്തിന്റെ ചിരിയല്ലായിരുന്നു. നിന്റെ ബുദ്ധി മരവിച്ചു പോയോ വിഷ്ണു? നമ്മുടെ കുടുംബം എത്ര വലുതാണെന്ന് നിനക്കറിയാമോ? ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛാ, ഞാൻ അവളെ സ്നേഹിക്കുന്നു. ഇത് സിനിമയല്ല വിഷ്ണു. അച്ഛന്റെ ശബ്ദം ഉയർന്നു. നമ്മുടെ കുടുംബത്തിനൊരു സ്റ്റാറ്റസ് ഉണ്ട്. നിന്നെ ഞാൻ വലിയൊരു കുടുംബത്തിലെ പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. വിഷ്ണു ഉച്ചത്തിൽ പറഞ്ഞു. എനിക്ക് വേറെ ആരെയും വേണ്ട. എനിക്ക് അവളെ മാത്രം മതി. ഒരിക്കലും ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറില്ല. വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു. ഈ ബന്ധം എങ്ങനെയെങ്കിലും ഞാൻ അവസാനിപ്പിക്കും. രണ്ടിനെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിറ്റേ ദിവസം രാവിലെ മാതങ്കി അമ്മയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് കറുത്ത നിറത്തിലുള്ള ഒരു കാർ വന്ന് നിന്നത്. ഇത്രയും വില കൂടിയ കാറിൽ ആരായിരിക്കും ഈ വീട്ടിലേക്ക് വരുന്നത്? മാതങ്കിയുടെ അമ്മ ഓർത്തു. കാറിൽ നിന്നിറങ്ങിയത് ഗൗരവമുള്ളൊരു മനുഷ്യൻ, ശങ്കരനാരായണൻ, വിഷ്ണുവിന്റെ അച്ഛൻ. അയാളെ കണ്ട ഉടനെ മാതങ്കിയുടെ അമ്മ ചോദിച്ചു, സാർ, ഇവിടെ ആരെ കാണാനാണ് വന്നത്? മാതങ്കിയുടെ അമ്മ പറയുന്ന ഒന്നും അയാൾ ശ്രദ്ധിക്കാതെ വീട് മുഴുവൻ നോക്കി കാണുകയായിരുന്നു. ചെറിയ ഓടിട്ട വീട്, പഴയ കസേരകൾ. എവിടേക്ക് നോക്കിയാൽ ആ വീടിന്റെ ഇല്ലായ്മകൾ അറിയാൻ പറ്റുമായിരുന്നു. അയാളുടെ മുഖം മുഴുവൻ പരിഹാസമായിരുന്നു. നീയാണോ എന്റെ മകൻ വിഷ്ണുവിനെ സ്നേഹിക്കുന്ന മാതങ്കി? അതെ. അവളുടെ അമ്മ ഓടി വന്ന് ചോദിച്ചു, സാർ, എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമുണ്ട്. എന്റെ മകൻ ഇവളെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. മാതങ്കിയുടെ അമ്മ അമ്പരന്നു പോയി. എന്തായാലും അത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. വിഷ്ണുവിന്റെ അച്ഛൻ പറഞ്ഞു. നീ അവന്റെ പണം കണ്ടിട്ടല്ലേ അവന്റെ കൂടെ കൂടാമെന്ന് വിചാരിച്ചത്? ആ വാക്കുകൾ കൂടി കേട്ടപ്പോൾ മാതങ്കി കണ്ണീരണിഞ്ഞു. അങ്ങനെ പറയരുത് സാർ. എനിക്ക് ആരുടെയും പണം വേണ്ട. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിയാവില്ല എന്ന്. അമ്മ കണ്ണീരോടെ പറഞ്ഞു. സാർ, ഞങ്ങളെ അപമാനിക്കരുത്. എന്റെ കുട്ടിക്കൊരു തെറ്റ് പറ്റിയതാണ്. ഇനി അവൾ അത് ആവർത്തിക്കില്ല. അയാൾ മാതങ്കിയെ നോക്കിയിട്ട് പറഞ്ഞു, നീ അവനെ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ അവനെ നിന്നെയും ഞാൻ ഇല്ലാതാക്കും. നിനക്ക് അവനോട് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു പൊക്കോണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോയി. അമ്മ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ, ഈ ബന്ധം നമ്മൾക്ക് വേണ്ട. അവർ പണമുള്ളവരാണ്, നമ്മൾ പാവപ്പെട്ടവരും. അവന്റെ അച്ഛൻ പറഞ്ഞാൽ നീ കേട്ടില്ലേ? ഈ ബന്ധത്തിൽ നിന്ന് നീ ഇപ്പോൾ തന്നെ പിന്മാറണം. കണ്ണീരോടെ അവൾ അത് സമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ കോളേജിലെ വഴിയരികെ വിഷ്ണു അവളെ കാത്തു നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ ചുമന്നിരുന്നു. മാധു, എന്തു പറ്റി? എന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? വിഷ്ണു, ഇനി നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല.
ഞാൻ പലതവണ പറഞ്ഞാലേ നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ടെന്ന്. നീ അത് കേട്ടില്ലല്ലോ. ഇനി നമ്മൾ തമ്മിൽ കാണരുത്. എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയില്ല. എനിക്ക് നിന്നോട് അത്രമാത്രം സ്നേഹമാണ്. വിഷ്ണു അവളുടെ കൈ പിടിച്ചു. ഞാൻ നിന്നെ വിട്ടുപോകില്ല. ഇത് നമ്മളുടെ അവസാന കണ്ടുമുട്ടലാണ്. അവൾ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് മുന്നോട്ട് നടന്നുപോയി. വിഷ്ണു അവിടെ നിശ്ചലമായി നിന്നു. എന്ത് ചെയ്യണമെന്ന് അവനറിയില്ലായിരുന്നു. ആ സന്ധ്യയിൽ അവരുടെ പ്രണയം ആദ്യമായി തകർന്ന ദിവസമായിരുന്നു.